ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഈ സൂപ്പർ വുമൺ 369 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഞങ്ങളൊരു പളനി യാത്ര പോയി ആ യാത്രയിൽ കണ്ട കാഴ്ചകളാണ്. ഇവിടുന്ന് ഞങ്ങൾ ഹരിപ്പാടുനിന്ന് തിരിച്ച് തൃശ്ശൂർ ചെന്നിട്ട് വടക്കഞ്ചേരി നിന്ന് റൈറ്റ് തിരിഞ്ഞിട്ടാണ് പോയത്. അതുവഴി പോകുമ്പോഴൊരു ടണലുണ്ട്, വലിയൊരു ടണലാണിത്. അപ്പോൾ ഇത് പാസ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മളിവിടുന്ന് അങ്ങോട്ട് തിരിഞ്ഞ് പോകുമ്പോൾ ഒരുപാട് വയലുകൾ കാണാൻ കഴിയും. അതുപോലെ തന്നെ മാന്തോപ്പുകൾ കാണാൻ കഴിയും. ഒരുപാട് മാന്തോപ്പുകൾ, തെങ്ങും തോപ്പുകളൊക്കെ കണ്ടു. മാങ്ങയൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനും ഹസ്ബൻഡിൻ്റെ ചിറ്റപ്പൻ്റെ മകനും ഭാര്യയും കൂടെ ഞങ്ങൾ 4 പേരാണ് പോയത്. കാറിലാണ് പോയതും. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ മലനിരകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്, പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം തമിഴ്നാട് എത്തിയപ്പോഴത്തേക്ക് കാണുന്ന നല്ലൊരു കാഴ്ചയാണിത്. കാറ്റാടി യന്ത്രം, വിൻഡ് മില്ല്, നല്ല രസമാണ് അത് കാണും. ഏക്കർ കണക്കിന് സ്ഥലത്ത് ഈ വിൻഡ് മില്ല് സ്ഥാപിച്ചിരിക്കുന്നത് കാണാം. കുറേ എണ്ണം ഇങ്ങനെ കാറ്റുകൊണ്ട് മാത്രം കറങ്ങുന്ന വിൻഡ് മില്ലുകളാണ്. കുറച്ചൊക്കെ വർക്ക് ചെയ്യുന്നില്ല, കുറച്ചൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പോവാണ്. ഇടയ്ക്ക് ഞങ്ങൾ കൃഷി ചെയ്യുന്ന നെൽവയലുകൾ കണ്ടിരുന്നു. നല്ല നീളം കുറഞ്ഞിട്ടുള്ള നെൽച്ചെടികളാണ്. അതിൽ നല്ലവണ്ണം കതിരൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതും നല്ലൊരു കാഴ്ചയായിരുന്നു. നമ്മുടെ നാട്ടിൽ ഇന്ന് കാണാൻ പറ്റാത്തൊരു കാഴ്ച. ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് മിസ് ചെയ്യുമായിരുന്നു. അവരുണ്ടായിരുന്നെങ്കിൽ അവർക്കിത് ഭയങ്കര സന്തോഷമായേനേയും. ഇനി അവരെയും കൊണ്ട് പോകണം ഒരു ദിവസം, ഭഗവാൻ അനുഗ്രഹിച്ചാൽ. വിൻഡ് മില്ല് കണ്ടോ, അടുത്തടുത്ത് വരുമ്പോഴത്തേക്ക് അത് വലുതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ദൂരെയുള്ളത് വളരെ ചെറുതായിട്ടുമാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പളനിയിലെ അമ്പലത്തിൽ പോയി മുടിയൊക്കെ കളഞ്ഞു, ഭഗവാനെ തൊഴുത് തിരിച്ച് ഗുരുവായൂർ, മമ്മിയൂർ, കൊടുങ്ങല്ലൂർ ഒക്കെ കയറി തൊഴുതിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയത്. ഓക്കെ, താങ്ക് യു സോ മച്ച്.